നമസ്കാരം. കേരളത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഹസനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ബജറ്റാണ് പിണറായി സർക്കാർ ഇപ്പോൾ നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭരണ തുടർച്ചയുടെ അഹങ്കാരത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന വ്യാമോഹത്തിൽ കെട്ടിപ്പൊക്കിയ ഈ അക്കൗണ്ട് നിരത്തലുകൾ വാസ്തവത്തിൽ ഒരു സർക്കാരിന്റെ പടിയിറക്കത്തിന്റെ വിളംബരമാണ് എന്ന് തുറന്നു പറയേണ്ടിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു ഭരണകൂടത്തിന്റെ ആത്മവിശ്വാസമല്ല, മറിച്ച് തങ്ങൾ ഇനി അധികാരത്തിൽ വരില്ലെന്ന ബോധ്യത്തിൽ നിന്ന് ഉടലെടുത്ത ഉത്തരവാദിത്തമില്ലായ്മയാണ്. വരാനിരിക്കുന്ന UDF സർക്കാരിന്റെ തലയിൽ വൻ കടബാധ്യതകളും നടപ്പിലാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങളും കെട്ടിവെച്ച് കൈ കഴുകാനാണ് ഈ ബജറ്റിലൂടെ LDF ശ്രമിക്കുന്നത്. ഒരു രൂപ പോലും സ്വന്തം ഖജനാവിൽ നിന്ന് ചെലവാക്കാൻ ഉദ്ദേശിക്കാതെ വെറും കടലാസ് പദ്ധതികൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ ശൈലി കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്ര പരിതാപകരമാണ്. വന്യജീവി ശല്യം മുതൽ നെല്ല് സംഭരണം വരെയും ആരോഗ്യ ഇൻഷുറൻസ് മുതൽ ലൈഫ് മിഷൻ വരെയും നീളുന്ന സർക്കാരിന്റെ പരാജയങ്ങൾ ഈ ബജറ്റിലെ പൊള്ളയായ വാഗ്ദാനങ്ങൾക്കിടയിൽ മറ നീക്കി പുറത്തു വരുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കേരളത്തെ എത്തിച്ചിരിക്കുന്നത് സമാനതകളില്ലാത്ത സാമ്പത്തിക തകർച്ചയിലേക്കാണ്. കഴിഞ്ഞ 5 വർഷമായി പദ്ധതി വിഹിതം ചെലവാക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു സർക്കാർ കൂടിയാണിത്. 38% മാത്രം പദ്ധതി വിഹിതം ചെലവഴിച്ചുകൊണ്ട് എന്ത് പുരോഗതിയെ കുറിച്ചാണ് ഇവർ വാചാലരാകുന്നത്? ട്രഷറി നിയന്ത്രണങ്ങൾ മൂലം 10 ലക്ഷം രൂപയിൽ കൂടുതൽ മാറാൻ കഴിയാത്ത അവസ്ഥയിൽ മാസങ്ങളോളം ഭരണയന്ത്രം സ്തംഭിച്ചു നിന്നു. ഇങ്ങനെയുള്ള ഒരു സർക്കാർ ന്യൂ നോർമൽ എന്ന മനോഹരമായ പദം ഉപയോഗിക്കുന്നത് പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ്. ജനക്ഷേമത്തെക്കാൾ ഉപരിയായി കണക്കിലെ കളികളിലൂടെ കടം കുറഞ്ഞുവെന്ന് വരുത്തി തീർക്കാനാണ് ധനമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്തെ വരുമാന ഇടിവിനെ മറയാക്കി പിൽക്കാലത്തെ സ്വാഭാവിക വർധനവിനെ സ്വന്തം നേട്ടമായി ചിത്രീകരിക്കുന്നത് ശുദ്ധ ബോഷ്കാണെന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്? യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കണക്കുകളാണ് ഈ ബജറ്റിന്റെ ആധാരശില. ജനങ്ങൾ അനുഭവിക്കുന്ന വിലക്കയറ്റത്തെ മുഖ്യമന്ത്രിയും സംഘവും നിഷേധിക്കുമ്പോൾ കേന്ദ്ര റിപ്പോർട്ടുകൾ പോലും കേരളമാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനമെന്ന് അടിവരയിട്ട് പറയുന്നു. പെൻഷൻ 2500 രൂപയാക്കുമെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിയവർ ഇന്ന് പാവപ്പെട്ടവരുടെ വയറ്റത്തടിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷന്റെ പിതൃത്വം അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാദങ്ങളെ ചരിത്രപരമായ വസ്തുതകൾ നിരത്തി പ്രതിപക്ഷ നേതാവ് പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ശങ്കറിന്റെ കാലത്ത് തുടങ്ങിയ ക്ഷേമ പദ്ധതികൾ തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രചാരണ തന്ത്രം രാഷ്ട്രീയ പാപ്പരത്തമല്ലാതെ മറ്റെന്താണ്? സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും വഞ്ചിക്കുന്ന സമീപനമാണ് ശമ്പള കമ്മീഷന്റെ കാര്യത്തിലും DA കുടിശ്ശികയുടെ കാര്യത്തിലും സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഏകദേശം 1 ലക്ഷം കോടി രൂപയോളം വരുന്ന ബാധ്യതകൾ അടുത്ത സർക്കാരിന് കൈമാറി രക്ഷപ്പെടാനാണ് പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണത്തിന്റെ അവസാന നാളുകളിൽ മാത്രം ആശാ വർക്കർമാർക്കും മറ്റും തുച്ഛമായ വർധനവ് പ്രഖ്യാപിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുള്ള വെറും തട്ടിപ്പ് മാത്രമാണെന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. SC/SC വിഭാഗങ്ങൾക്കുള്ള 500 കോടിയോളം രൂപ വെട്ടിക്കുറച്ചതിലൂടെ സാമൂഹിക നീതി എന്ന വാഗ്ദാനം എത്രത്തോളം പൊള്ളയാണെന്നും തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. GST നടപ്പിലാക്കിയപ്പോൾ വലിയ നേട്ടം ഉണ്ടാകേണ്ടിയിരുന്ന കേരളം നികുതി പിരിവിലെ കെടുകാര്യസ്ഥത മൂലം 30% നിന്ന് 10%ലേക്ക് കൂപ്പുകുത്തി. ഈ ബജറ്റോടെ പിണറായി സർക്കാരിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കിഫ്ബി എന്ന പേരിൽ ഉയർത്തിക്കൊണ്ടുവന്ന ബദൽ വികസന മാതൃകകൾ ഇന്ന് എവിടെയും എത്താതെ നിലച്ചിരിക്കുന്നു. വന്യജീവി ആക്രമണങ്ങളിൽ പൊലിയുന്ന ജീവനുകൾക്ക് വില കൽപ്പിക്കാത്ത, അനുവദിച്ച തുക പോലും ചെലവാക്കാത്ത ഈ ക്രൂരമായ അനാസ്ഥയ്ക്ക് ജനങ്ങൾ എന്തായാലും മറുപടി നൽകും. കഴിഞ്ഞ ബജറ്റിന്റെ പെർഫോമൻസ് ഓഡിറ്റ് നടത്താനോ ധവളപത്രം പുറപ്പെടുവിക്കാനോ സർക്കാർ ഭയപ്പെടുന്നത് തങ്ങളുടെ പരാജയം പുറത്താകുമെന്നത് കൊണ്ട് തന്നെയാണ്. 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത് UDF ആയിരിക്കുമെന്ന VD സതീശന്റെ പ്രഖ്യാപനം കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ആഗ്രഹമാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ഈ അവസാന ബജറ്റ് വെറും ശവമടക്ക് ചടങ്ങായി മാറുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അധിക കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന വലിയ പാഠമാണ് ഈ ബജറ്റിലൂടെ പിണറായി സർക്കാരിന് വരാനിരിക്കുന്ന കാലം നൽകാൻ പോകുന്നത്. എന്തായാലും കേരളത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ണിൽപ്പൊടി വിദ്യയും ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടവുമായി ഈ ബജറ്റിനെ നമുക്ക് വിലയിരുത്തേണ്ടതായി വരും. അധികാരത്തിന്റെ അവസാന വർഷങ്ങളിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെ മറവിൽ ഭരണപരാജയം ഒളിപ്പിച്ചു വെക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ തന്ത്രമാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. VD സതീശൻ ഉന്നയിച്ചതുപോലെ ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ ഈ സർക്കാരിന് ഉദ്ദേശമേ ഇല്ല. ഭരണകാലയളവ് അവസാനിക്കാറായ വേളയിൽ നടപ്പിലാക്കാൻ സാധിക്കാത്ത വാഗ്ദാനങ്ങൾ വാരി വിതറി
അതിന്റെ ഭാരം വരാനിരിക്കുന്ന UDF സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള കുടില ബുദ്ധിയാണ് ധനമന്ത്രിയുടെ ഓരോ വരികളും തെളിയിക്കുന്നത്. 10 ലക്ഷം രൂപയിൽ കൂടുതൽ മാറാൻ കഴിയാത്ത വിധം ഖജനാവ് പൂട്ടിക്കിടക്കുന്ന കഴിഞ്ഞ 6 മാസത്തെ ദയനീയ ചിത്രം മറച്ചു പിടിച്ചാണ് ലക്ഷം കോടികളുടെ വികസനത്തെക്കുറിച്ച് ഇവർ വാചാലരാകുന്നത് എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? പദ്ധതി വിനിയോഗത്തിൽ വെറും 38% മാത്രം കൈവരിക്കാനുള്ള ഒരു സർക്കാർ ബാക്കി 62% ജനക്ഷേമ പ്രവർത്തനങ്ങളും പാതി വഴി ഉപേക്ഷിച്ചു എന്ന യാഥാർത്ഥ്യം ഈ ബജറ്റ് രേഖകൾക്കപ്പുറം നിൽക്കുന്നുണ്ട്. സാമ്പത്തിക തകർച്ചയുടെ പടുകുഴിയിൽ നിൽക്കുമ്പോഴും ന്യൂ നോർമൽ എന്ന ആലങ്കാരിക പദപ്രയോഗത്തിലൂടെ ജനങ്ങളെ കബളിപ്പിക്കാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ന്യൂ നോർമൽ എന്നത് പദ്ധതികൾ വെട്ടിക്കുറയ്ക്കലും ജനങ്ങളെ കടക്കണിയിലാക്കലും തന്നെയാണ്. അത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് നമ്മുടെ കേരളത്തിനുണ്ട്. കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ ന്യായീകരണമാക്കി മാറ്റി അതിനുശേഷം ഉണ്ടായ സ്വാഭാവിക വരുമാന വർധനവിനെ തങ്ങളുടെ ഭരണ മികവായിട്ട് ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയത്തിന് നിരക്കാത്തതാണ്. 1 ലക്ഷം കോടി രൂപയോളം വരുന്ന DA കുടിശ്ശികയും ശമ്പള പരിഷ്കരണവും അവസാന നിമിഷം വരെ നീട്ടിക്കൊണ്ടുപോയി അടുത്ത സർക്കാരിന് മുന്നിൽ വലിയൊരു കടമ്പ സൃഷ്ടിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അതായത് അടുത്തത് വരുന്നത് കോൺഗ്രസ് ആണെന്ന് ഇവർക്കറിയാം. അവരുടെ തലയിൽ എല്ലാം കൂടി കൊണ്ടിടുക, അതാണ് ഇവരുടെ മാർഗം. എന്തായാലും പാവപ്പെട്ടവർക്ക് നൽകുന്ന ക്ഷേമ പെൻഷന്റെ കാര്യത്തിലും വഞ്ചനാപരമായ നിലപാടാണ് ഈ പാർട്ടി സ്വീകരിച്ചത്. പെൻഷൻ 2500 രൂപയാക്കുമെന്ന് വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്നിട്ട് അത് നടപ്പിലാക്കാതെ ജനങ്ങളെ പരിഹസിക്കുന്ന സമീപനമാണ് ഇപ്പോഴും തുടരുന്നത്. ചരിത്രപരമായ വസ്തുതകൾ പരിശോധിച്ചാൽ ക്ഷേമ പെൻഷനുകൾ ആരംഭിച്ചത് ശങ്കറിനെ പോലെയുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ കാലത്താണെന്നിരിക്കെയാണ് അതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ ഇവർ ശ്രമിക്കുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശീലമായിട്ട് ഇപ്പോൾ ഈ ക്രെഡിറ്റ് സ്വന്തമാക്കൽ മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ അടിസ്ഥാന വിഭാഗങ്ങളെ പോലും തഴയുന്ന ബജറ്റ് കൂടിയാണിത്. SC വിഭാഗങ്ങൾക്കുള്ള വിഹിതത്തിൽ 500 കോടി രൂപയുടെ വെട്ടിക്കുറവ് വരുത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദളിത് വിരുദ്ധ മനോഭാവം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ഇവർ ദളിതർക്കൊപ്പമാണെന്ന് പറയുമ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണ്? GST നടപ്പിലാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകേണ്ടിയിരുന്ന ഉപഭോക്തൃ സംസ്ഥാനമായിട്ടുള്ള കേരളം നികുതി വെട്ടിപ്പുകാർക്ക് ഒത്താശ ചെയ്തതും നികുതി പിരിവിലെ അനാസ്ഥയും കാരണം റവന്യൂ വരുമാനത്തിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് മറച്ചു പിടിക്കാനാണ് കേന്ദ്രത്തിനെതിരെ രാഷ്ട്രീയ സമരം എന്ന പുകമറ ഇവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കിഫ്ബി വഴി വൻ വികസനം വരുമെന്ന വീരവാദം മുഴക്കിയവർക്ക് ഇന്ന് മറുപടിയേ ഇല്ല. എല്ലാ വികസനവും പാതി വഴിയിൽ നിന്നിരിക്കുന്നു. പല പദ്ധതികളും കടലാസിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നു. നമുക്കറിയാവുന്നതാണ് എത്രത്തോളം വന്യജീവി സംഘർഷങ്ങൾ ഇവിടെ നടക്കുന്നു, എത്ര മനുഷ്യരുടെ ജീവൻ പോകുന്നു. അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല സർക്കാർ. ഇതിനായി മാറ്റിവെച്ച തുക പോലും ചെലവാക്കാതെ ലാഭം ഉണ്ടാക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, അവരെ ചതിക്കലാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ബജറ്റ് LDF ഭരണത്തിന്റെ ചരമക്കുറിപ്പാണ്. ജനപിന്തുണ നഷ്ടപ്പെട്ടു എന്നും ഇനി അധികാരത്തിൽ തിരിച്ചെത്തില്ല എന്ന കൃത്യമായിട്ടുള്ള ബോധ്യം ഇടതുപക്ഷത്തെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് സത്യവും. എന്തായാലും അവർ പടിയിറങ്ങേണ്ടി വരും. അതുകൊണ്ടാണ് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത പ്രായോഗികമല്ലാത്ത കണക്കുകൾ നിരത്തി അവർ ജനങ്ങളെ വീണ്ടും വീണ്ടും കബളിപ്പിക്കാൻ നോക്കുന്നത്. അതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഇന്നത്തെ ബജറ്റ്. VD സതീശൻ പറഞ്ഞതുപോലെ അടുത്ത വർഷം അധികാരമേൽക്കുന്ന UDF സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റ് ആയിരിക്കും കേരളത്തിന്റെ യഥാർത്ഥ വീണ്ടെടുപ്പിന് വഴിയൊരുക്കുക. അതിനി 1 വർഷം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രം. ധവളപത്രം പുറപ്പെടുവിച്ച് വസ്തുതകൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ ഭയപ്പെടുന്ന സർക്കാർ ഇനിയെങ്കിലും ഈ നാടകങ്ങൾ അവസാനിപ്പിക്കണം. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ഈ അവസാന ബജറ്റ് ഭരണപരാജയത്തിന്റെ സ്മാരകമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും.